ഹായ്. നെർവസ് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവായാലും പഠിക്കാനുള്ള കഴിവ്, ഓർമ്മിക്കാനുള്ള കഴിവ്, അങ്ങനത്തെ ഒരുപാട് കഴിവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ പ്രധാനമായും ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. എസ്പെഷ്യലി സെറിബ്രത്തിന്റെ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സെറിബ്രത്തിന്റെ കോർട്ടെക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സെറിബ്രൽ കോർട്ടെക്സ്. എന്താണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ഈ സെറിബ്രം എന്ന പാർട്ടിനെ കുറിച്ച്. ഇതിന് രണ്ട് ലെയർ ഉണ്ട്. സെറിബ്രത്തിന്റെ മിഡില് കോർട്ടെക്സും. മിഡില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള മൈലിനേറ്റഡ് ആയിട്ടുള്ള വൈറ്റ് മാറ്ററിനെയാണ് പറയാം. മൈലിനേറ്റഡ് ആയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയാം. മൈലിനേറ്റഡ് അല്ലാത്ത ഭാഗങ്ങളെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. സെറിബ്രത്തിന്റെ കേസിൽ പുറത്താണ്, അതിന്റെ ഏറ്റവും പുറമേയുള്ള വശത്താണ് എന്ത് മൈലിനേറ്റഡ് അല്ലാത്ത ഭാഗമുള്ളത്, ഗ്രേ മാറ്റർ ഉള്ളത്. ആ ഗ്രേ മാറ്റർ ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. നമ്മൾ ഒരു ബ്രെയിനിന്റെ ചിത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം വരച്ച ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതൊരുപാട് മടക്കുകൾ മടക്കായിട്ട് ഇങ്ങനെ മടക്കി വെച്ച ഒരു പ്രതലം പോലെയാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു സർഫസ് കിടക്കുന്നത്. എന്താണ് ഈ മടക്കുകൾ? ഇങ്ങനെ നമ്മളിപ്പോ ഒരു ബ്രെയിനെ കാണുകയാണെങ്കിൽ ബ്രെയിനിൽ നമ്മളിങ്ങനെ ഒരുപാട് ചാലുകൾ പോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണും. ഇങ്ങനെ ഒരു മടക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഒരു റിഡ്ജസിനെയാണ് നമ്മൾ ഗൈറസ് എന്ന് പറയും. ഈ ഒരു മടക്കിന്റെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗൈറസ് എന്ന് പറയാം. ഇനി ഈ ചാലുകളെയോ, ഇങ്ങനെ പോകുന്ന ഒരുപാട് ചാലുകളുണ്ട്. ഈ ചാലുകളെ ചെറുതാണെങ്കിൽ നമ്മൾ സൾക്കസ് എന്ന് വിളിക്കും. ചെറിയ ചാലുകളെ നമ്മൾ എന്താ വിളിക്കുക, സൾക്കസ് എന്ന് വിളിക്കും. പക്ഷെ അത് വലിയ ചാലുകളാണ്, നല്ല വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്, രണ്ട് ഭാഗമായിട്ടൊക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഫിഷേഴ്സ് എന്ന് പറയും. അപ്പോ എന്താണ്, സെറിബ്രത്തിന്റെ പുറമേയുള്ള മടക്കായി വെച്ചിരിക്കുന്ന മൈലിനേറ്റഡ് അല്ലാത്ത ഭാഗമാണ് എന്ത്, സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിലെ മടക്കിന്റെ ആ അറ്റത്ത് ആ ഒരു ഇതിനെ നമ്മൾ എന്ത് പറയും, ഗൈറസ് എന്ന്, റിഡ്ജിനെ നമ്മൾ എന്ത് പറയും, ഗൈറസ് എന്ന് പറയും. ആ ഒരു ചാലുകളെ നമ്മൾ ഗ്രൂവ്സിനെ നമ്മൾ എന്ത് പറയും, ചെറുതാണെങ്കിൽ സൾക്കസ് എന്നും വലുതാണെങ്കിൽ ഫിഷേഴ്സ് എന്നും വിളിക്കും. അങ്ങനെ ഏറ്റവും വലിയ ഒരു ഫിഷറാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ എന്ന് പറയും. നമ്മുടെ തലയുടെ കൂടെ ഇങ്ങനെ പോകുന്ന, നമ്മളെ തലയില് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട്, ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കുന്ന വലിയൊരു ഫിഷറാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ എന്ന് പറയുന്നത്. ഇത് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കും. ഈ രണ്ട് ഹെമിസ്ഫിയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ്, അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് കണക്ഷൻസ്, ന്യൂറൽ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഹെമിസ്ഫിയറിനെ തന്നെ കണക്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കണക്ഷൻ ഏതാണ്, കോർപ്പസ് കലോസം ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പലയിടത്തും ചോദിക്കുന്ന ഒരു പേരാട്ടോ, കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. അതിൽ റൈറ്റ് ഹെമിസ്ഫിയറിനെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന നെറ്റ്വർക്ക് ആണ് എന്ത്, കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇത്രയാണ് സെറിബ്രൽ കോർട്ടെക്സിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ടിഷ്യൂ ഉണ്ട്, സെറിബ്രൽ ബാർക്ക് എന്ന് പറയും. അത് ഇതിനെ കവർ ചെയ്തിട്ടുള്ള ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇതിനെ സെറിബ്രൽ മാൻഡിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ച് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടാനുള്ളത്. ഈ സെറിബ്രൽ കോർട്ടെക്സിലുള്ള ന്യൂറോൺസുകളെ പറ്റി നോക്കാം. പ്രധാനമായിട്ട് 3 ന്യൂറോൺസ് ആണുള്ളത്, ഗ്രാനുലാറ്, പിരമിഡല്, ഫ്യൂസിഫോം. എന്താ ഗ്രാനുലാർ? അത് ഷോർട്ട് ആയിട്ടുള്ള വളരെ ചെറിയ ആക്സോൺ ഉള്ള ഒരു തരം ന്യൂറോൺ ആണ്. ഇത് അധികം ഒരു ഇന്റർ ന്യൂറോൺ ആയിട്ട്, അതായത് സെൻസറി മോട്ടോറിന്റെ ഇടയിൽ കിടന്ന് എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്ന ഒരു ഇന്റർ ന്യൂറോൺ പോലെ ആയിട്ടാണ് എന്ത്, ഗ്രാനുലാർ ന്യൂറോൺസ് ഫംഗ്ഷൻ ചെയ്യാറ്. പിരമിഡൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സൈറ്റേറ്ററി ന്യൂറോൺ ആണ്. ഇതാണ് മാമൽസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കോർട്ടെക്സിൽ, മാമൽസിലെ കോർട്ടെക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ന്യൂറോൺസ് എന്താണ്, ഒരു പിരമിഡൽ ന്യൂറോൺസ് ആണ്, ഒരു എക്സൈറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്ന ന്യൂറോൺ ആണ്. പിന്നെ അടുത്തതാണ് ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്താണെന്ന് വെച്ചാൽ അത് ഷേപ്പ് ആണ്. സോ നമുക്ക് അതിൽ പറയുമ്പോൾ തന്നെ പറയാൻ എന്താണ് ന്യൂറോൺ, ഫ്യൂസിഫോം ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂസിഫോം ഷേപ്പ് ആണ്. അതുപോലെ തന്നെ അതും കോർട്ടെക്സിന്റെ ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള ലെയറുകളിൽ വെർട്ടിക്കൽ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോൺ ആണ്.
ഇത്രയാണ് ന്യൂറോൺ വരുന്നത് സെറിബ്രൽ കോർട്ടെക്സിൽ. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ബ്രെയിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ്റെ കുറച്ച് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഏരിയ വേണം. അപ്പൊ ആ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സർഫസ് ഇങ്ങനെ മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ മടക്കുകളെ നമ്മള് ഗൈറി, അതുപോലെ സൈറ്റസ്, ഫിഷ്യസ് എന്നൊക്കെ ടേമൊക്കെ വെച്ച് നമ്മൾ അതിന്റെ മടക്കുകളെയും അതിലെ ചാലുകളെയും ഒക്കെ വിശേഷിച്ചു. അങ്ങനെ ഈ സെറിബ്രൽ കോർട്ടെക്സില് മടക്കുകളും അതിന്റെ ഇരിക്കുന്ന സ്ഥാനവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ 4ആയിട്ട് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന പേര് അതിന്റെ തൊട്ട് മുകളിലുള്ള ബോണിനനുസരിച്ച്, എല്ലിനനുസരിച്ചാണ്. നമുക്കറിയാം നമ്മുടെ സ്കള്ളില് ഓരോ ബോണിന് ഒരു പേരുണ്ട് അല്ലെ. അപ്പൊ ആ പേരിനനുസരിച്ചാണ് അതിന്റെ നേരെ താഴെയുള്ള ലോബുകൾ, ഈ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സിനും, സെറിബ്രൽ കോർട്ടെക്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സിനും അതിനനുസരിച്ചിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ 4 ലോബ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത് ഫ്രണ്ടൽ ബോണിന്റെ അടിയിൽ വരുന്ന ബ്രെയിന്റെ പാർട്ട് ഫ്രണ്ടൽ ലോബ്. അതിന് പിന്നിൽ പെറൈറ്റൽ ബോണിന്റെ അടിയിൽ വരുന്ന ഭാഗം പെറൈറ്റൽ ലോബ്. അതിന്റെ ഏറ്റവും പിന്നിൽ, നമ്മുടെ ബ്രെയിന്റെ ഏറ്റവും പിന്നിൽ തലയോട്ടിയിൽ വരുന്ന ഒസിപിറ്റൽ ബോണിന്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ് എന്ത്, ഒസിപിറ്റൽ ലോബ്. പിന്നെ അതേപോലെ 2 സൈഡിലുമായിട്ട് ടെമ്പറൽ ബോണിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്, ടെമ്പറൽ ലോബ്. അപ്പൊ ഏതൊക്കെയാണ്? ഫ്രണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. ഈ 4 ലോബുകൾ ഉണ്ട് നമുക്ക്. ഈ 4 ലോബുകൾ ഇപ്പോ ഫ്രണ്ടൽ ലോബും പെറൈറ്റൽ ലോബും തമ്മിൽ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സൽക്കസ് ഉണ്ട്, ഒരു ചാലുണ്ട്. അത് നമ്മള് സെൻട്രൽ സൽക്കസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടൽ ലോബിനെയും ടെമ്പറൽ ലോബിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സൽക്കസ് ഉണ്ട്, ലാറ്ററൽ സൽക്കസ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ സൽക്കസ് കൊണ്ടും അതിന്റെ സ്ഥാനം കൊണ്ടും ഒക്കെ 4 ലോബായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കാം. ഇനി നമുക്ക് ഓരോ ലോബിന്റെയും ഫങ്ഷൻസ് എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. ഫ്രണ്ടൽ ലോബ് എന്ന് തുടങ്ങും. ഫ്രണ്ടൽ ലോബ് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്, ഫ്രണ്ടൽ ലോബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ, നമ്മള് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രണ്ടൽ ലോബിനെ കാണുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ആയാലും നമ്മുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് എങ്കിൽ, നമ്മൾ പുറത്തേക്കുള്ളതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്രണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ ആയിട്ട് കൂട്ടാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമ്മുടെ വോളണ്ടറി മസിൽസിന്റെ, വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്കെൽറ്റൽ മസിൽസ് പോലുള്ള മസിൽസ്. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഓടണം, നടക്കണം, ഒരു സാധനം എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ നമ്മൾ ഓരോന്നും ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഫ്രണ്ടൽ ലോബിന്റെ പാർട്ട് നമ്മൾ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയും. മോട്ടോർ കോർട്ടെക്സ്. ഈ മോട്ടോർ കോർട്ടെക്സ് ആണ് നമ്മൾ എന്ത് പറയാ, നമ്മുടെ ഈ ഓരോ മോട്ടോർ ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ വോളണ്ടറി ആയിട്ടുള്ള നമ്മൾ വിചാരിച്ചെടുക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്താണ്, ഫ്രണ്ടൽ ലോബിലെ മോട്ടോർ കോർട്ടെക്സ് ആണ്. ഇനി ഈ മോട്ടോർ കോർട്ടെക്സിനെ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്, പ്രീ മോട്ടോർ കോർട്ടെക്സ് അല്ലെങ്കിൽ സപ്ലിമെന്ററി മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. പ്രീ മോട്ടോർ കോർട്ടെക്സ് അല്ലെങ്കിൽ സപ്ലിമെന്ററി മോട്ടോർ കോർട്ടെക്സ്. ഇവര് ഡയറക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊരു സാധനം, ഒരു പാൻ എടുക്കണം അല്ലെങ്കിൽ ഒരു സൂചിയിൽ നൂല് കോർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് നമ്മുടെ ഓരോ ചെറിയ മസിൽസും കൂട്ടിയും കുറച്ചും അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതിനും, പിന്നെ നമ്മളിപ്പോ ഒരു ബോൾ, ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ബോൾ നമ്മൾ ക്യാച്ച് പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്യാച്ച് പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ കൈ മാത്രം എത്തിയാൽ പോലെ, അതിനനുസരിച്ച് ശരീരം മാത്രം. നമ്മൾ കൈയാണ് എടുക്കുന്ന തീരുമാനം, നമ്മള് മോട്ടോർ കോർട്ടെക്സിൽ എടുക്കുന്ന തീരുമാനം ഈ കൈ കൊണ്ട് ഇത് പിടിക്കാന്നുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ശരീരം മൂവ് ചെയ്യാനും ആ സ്പേസിനനുസരിച്ച് ശരീരം കൊണ്ടു നടക്കാനും അത്തരമായിട്ടുള്ള വോളണ്ടറി ഡിസിഷൻസ് ഒക്കെ എടുക്കാനും ഒക്കെ സഹായിക്കുന്ന. ഇപ്പോൾ മോട്ടോർ കോർട്ടെക്സ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്തരം ഇൻട്രിക്കേറ്റ് ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിനനുസരിച്ച് ബോഡീനെ കൊണ്ടുപോകാനും അത്തരമായിട്ടുള്ള മോട്ടോർ ആയിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതാണ് പ്രീ അല്ലെങ്കിൽ സപ്ലിമെന്ററി മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്.
ഇത്രയാണ് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ഷൻ, ഫിസിക്കലായിട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടൽ ലോബ് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഭാഗമുണ്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്ന തീരുമാനം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ റാഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും അവസാനമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പാർട്ട് കൂടിയായിട്ട് ഇതിനെ പലപ്പോഴും പറയാറുണ്ട്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മൾ ഏറ്റവും ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്, ഫ്രണ്ടൽ ലോബിന്റെ. ഇനി വരുന്നൊരു വേറൊരു പാർട്ടാണ് ബ്രോക്കാസ് ഏരിയ. ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീച്ച് ഉണ്ട്, നമ്മളിപ്പോ ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ ഈ സംസാരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള മസിൽ കോർഡിനേഷൻസും അതിനെ സഹായിക്കുന്ന തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടറി ആക്ഷൻസും ഒക്കെ ചെയ്യുന്ന, അത് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, ബ്രോക്കാസ് ഏരിയ എന്ന് പറയും. അപ്പൊ ബ്രോക്കാസ് ഏരിയ കംപ്ലൈന്റ് പറ്റി എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് നമുക്ക് സംസാരിക്കാനും അങ്ങനെ കോൺവെർസേഷൻസ് നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടൽ ലോബില് പഠിക്കാനുള്ളത്. സിമിലർ ആയിട്ട് നമുക്ക് ഇനി പെറൈറ്റൽ ലോബിലെ കാര്യം നോക്കുമ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സൊമാറ്റോ സെൻസറി ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. സൊമാറ്റോ സെൻസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടച്ച് ഫീൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചൂട്, തണുപ്പ്, ആരെങ്കിലും തൊടുന്നത്, വേദന, അത്തരം രീതിയിലുള്ള ടച്ച് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സൊമാറ്റോ സെൻസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൊമാറ്റോ സെൻസറിയില് പ്രൈമറി സൊമാറ്റോ സെൻസറിയും സെക്കൻഡറി സൊമാറ്റോ സെൻസറിയും അത് രണ്ടും ഏകദേശം ഈ ഒരു റീജിയണൽ ആയിട്ടാണ് വരിക. പ്രൈമറി എന്താ ചെയ്യാച്ചാൽ ഈ സെൻസേഷൻ ഒക്കെ സെൻസ് ചെയ്തെടുക്കും, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, ഇവിടെ ചൂട് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആരോ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സെൻസ് ചെയ്യും പ്രൈമറിയില്. സെക്കൻഡറിയിൽ നമുക്ക് അതിനൊരു മീനിങ് കൊടുക്കും എന്നുള്ളതാണ്. ഈ ചൂട് നല്ലതല്ല അല്ലെങ്കിൽ ഇത്ര ചൂട് കുഴപ്പമില്ല, ഈ ഒരിടം ചൂട് സുഖമുണ്ട്, അങ്ങനത്തെ ഒരു മീനിങ് ഉണ്ടല്ലോ അതിന്. ആ മീനിങ് കൊടുക്കുന്നതാണ് സെക്കൻഡറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഇത്രയാണ് പെറൈറ്റൽ ലോബ് വരെ. ഇതിന്റെ ഈ സൈഡില് നമ്മൾ പറഞ്ഞു സെൻട്രൽ സൾക്കസിന്റെ ബോർഡർ ആയിട്ട് അടിയിൽ ഇവിടെ എന്താ പറയാ ലാറ്ററൽ സൾക്കസ് ഉണ്ട്, അതേപോലെ ഇവിടെ പെറൈറ്റോ ഒസിപിറ്റൽ സൾക്കസ് ഉണ്ട്. ഈ സാധനം പെറൈറ്റോ ഒസിപിറ്റൽ സൾക്കസ്, ഇതാണ് ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത്, ഈ 3 സൾക്കസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനത്തില് ഇത്രയും പാർട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൻസറി കോർട്ടെക്സുകളാണ്. ഇത് സൊമാറ്റോ സെൻസറി അസോസിയേഷൻ കോർട്ടെക്സ് ആണ്. സൊമാറ്റോ സെൻസറി അസോസിയേഷൻ കോർട്ടെക്സ്. ഇനി നമുക്ക് ഒസിപിറ്റൽ ലോബിലേക്ക് വരണം. ഒസിപിറ്റൽ ലോബില് പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് കിടക്കുന്നത് ഒസിപിറ്റൽ ലോബിലാണ്. നമ്മുടെ കാഴ്ചയൊക്കെ സെൻസ് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്ന വിഷ്വൽ കോർട്ടെക്സ് കിടക്കുന്നത് എവിടെയാണ്? ഒസിപിറ്റൽ ലോബിലാണ്. ഒരു ലോബിൽ വിഷ്വൽ കോർട്ടെക്സ് ഉണ്ട്, ബാക്കിയുള്ള ഭാഗം വിഷ്വൽ അസോസിയേറ്റീവ് ആയിട്ടുള്ള കോർട്ടെക്സ്. ഈ അസോസിയേറ്റിംഗ് എന്താന്നുള്ളത് പറയാട്ടോ. ഇത്രയാണ് ഒസിപിറ്റല് വിഷ്വൽ ആയിട്ട് ഡീൽ ചെയ്യും, എന്താ പറയാ പെറൈറ്റല് സൊമാറ്റോ സെൻസറി ആയിട്ട് ഡീൽ ചെയ്യും. അപ്പൊ അടുത്തത് ടെമ്പറൽ ലോബില് ഓഡിറ്ററി ഫങ്ഷൻസ്, ഓൾഫാക്ടറി ഫങ്ഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് ഉണ്ടാവും, പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് ഉണ്ടാവും. ഇതിലാണ് നമ്മൾ ഓഡിറ്ററി ആയിട്ട് നമ്മൾ കേൾക്കുന്ന സാധനങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്. പിന്നെ ഒരു അസോസിയേഷൻ ഏരിയ ഉണ്ടാവും, അസോസിയേഷൻ കോർട്ടെക്സ് ഉണ്ടാവും. പിന്നെ ഓൾഫാക്ടറി പറഞ്ഞാൽ സ്മെല്ലാണ്. സ്മെല്ലിന്റെ ഒരു എന്താ പറയാ പ്രൈമറി ആയിട്ടുള്ളതും പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സും ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ അസോസിയേഷൻ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലായി, എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ട് അല്ലെ. അപ്പോ എന്താണ് ഈ അസോസിയേഷന്റെ ഫങ്ഷൻ എന്നുള്ളത് പറയുകയാണെങ്കിൽ, ഇപ്പോ സൊമാറ്റോ സെൻസറി അസോസിയേഷൻ ഉണ്ട്, വിഷ്വൽ അസോസിയേഷൻ കോർട്ടെക്സ് ഉണ്ട്, അതേപോലെ ടെമ്പറലിന്റെ ഓഡിറ്ററിയും ഓൾഫാക്ടറി അസോസിയേഷൻ ഉണ്ട്. അപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവർ ഈ സെൻസ് എല്ലാം കൂടി
ഈ സെൻസ് എല്ലാം കൂടി നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്, ടച്ച് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ചുറ്റുള്ളതെല്ലാം ഫീൽ ചെയ്തിട്ട് അത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലും, നമ്മൾ അതിനോടൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനോടൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കുന്നു. അങ്ങനെ ഒരു റിലേഷനും നമ്മളെ ചുറ്റുമുള്ള അവയർനെസ്സും ചുറ്റും എന്താ നടക്കുന്നത് എന്നുള്ളതും എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഈ അസോസിയേഷൻ കോർട്ടക്സ്. ഈ ഇവിടെയൊക്കെ അസോസിയേഷൻ കോർട്ടക്സുകളുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ സൊമാറ്റോ സെൻസറി എന്ത് ചെയ്യും? ടച്ചും കാര്യങ്ങളും വരും, അതേപോലെ വിഷ്വലിൽ കാണുന്ന കാര്യങ്ങള്, ഓഡിറ്ററിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങള്, എന്താ പറയാ ഓൾഫാക്ടറിയിൽ നിന്ന് സ്മെല് ചെയ്യുന്ന കാര്യങ്ങള്. അപ്പോ ഈ സംഭവങ്ങളെല്ലാം, ഈ സെൻസസ് എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന് നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു നമ്മൾ അതിനായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള പൊതു ഐഡിയ തരുന്നതാണ് എന്ത് അസോസിയേഷൻ കോർട്ടക്സുകളുടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി ടെമ്പറൽ ലാബില് ഒരു കാര്യം കൂടി പറയാനുള്ള ഇതാണ് വെർണിക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ആണ്. വെർണിക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കാസ് ഏരിയ പറഞ്ഞ നമുക്ക് സ്പീച്ചിന് അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അതിനു വേണ്ടിയുള്ള മോട്ടോർ ആക്ഷൻസ് ചെയ്യുന്നതാണ് ബ്രോക്കാസ് ഏരിയ. പക്ഷെ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്ന ഏരിയ ആണ് വെർണിക്കസ് ഏരിയ. ബ്രോക്കാസ് ഏരിയ വെർണിക്കസ് ഏരിയ അങ്ങോട്ട് ഇവിടെ മാറിപ്പോകരുത് കേട്ടോ. ബ്രോക്കാസ് ഏരിയ എന്താണ്? നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫ്രണ്ടൽ ലോബ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. ഫ്രണ്ടൽ ലോബ് എന്താണ്? നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. സ്പീച്ച് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. സ്വാഭാവികമായും ബ്രോക്കാസ് ഏരിയ എവിടെ വരും? ഫ്രണ്ടൽ ലോബിൽ വരും. വെർണിക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് അത് മനസ്സിലാക്കുകയാണ്. കേൾക്കാനുള്ള ഓഡിറ്ററി എവിടെയാണ് വരുന്നത്? ടെമ്പറൽ ലോബിലാണ്. കേട്ടിട്ട് മനസ്സിലാക്കാനുള്ള വെർണിക്കസ് ഏരിയ എവിടെയാണ് വരുന്നത്? അതും ടെമ്പറൽ ലോബിലാണ്. അപ്പൊ ഇത്രയാണ് ഓരോ പാർട്സും വരുന്നത്. ഫ്രണ്ടൽ ലോബിന് സെൻട്രൽ സർക്കസും ഈ ലാറ്ററൽ സർക്കസും കൂടി ഡിവൈഡ് ചെയ്യുന്ന ഫ്രണ്ടൽ ലോബില് പ്രൈമറി മോട്ടോർ കോർട്ടക്സ് ഉണ്ട്, പിന്നെ അതേപോലെ സെക്കൻഡറി മോട്ടോർ കോർട്ടക്സ് ഉണ്ട്, സപ്ലിമെന്ററി മോട്ടോർ കോർട്ടക്സ് ഉണ്ട്. പിന്നെ ഈ പറൈറ്റൽ ലോബിലും അതേപോലെ ഒസിപിറ്റൽ ലോബിലും ടെമ്പറൽ ലോബിലും എന്തുണ്ട്? പ്രൈമറി സെൻസറി സെൻസ് ചെയ്യാനുള്ള കോർട്ടക്സ് ഉണ്ട്, പ്രൈമറി സെൻസ് ചെയ്യാനുള്ള കോർട്ടക്സ് ഉണ്ട്, സെക്കൻഡറി സെൻസ് ചെയ്യാനുള്ള കോർട്ടക്സുകളും ഉണ്ട്. പിന്നെ ഇതില് എന്തുണ്ട്? ഇതിൽ രണ്ടു തരം അസോസിയേഷൻ ഏരിയാസിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ അസോസിയേഷൻ ഏരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്താ പറയാ പെറൈറ്റൽ, ഒസിപിറ്റൽ, ടെമ്പറലും കിടക്കുന്ന ഒരു സെൻസറി ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ഏരിയയെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമതൊരു അസോസിയേഷൻ ഏരിയയെ കൂടി കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംബിക് അസോസിയേഷൻ ഏരിയ ആണ്. ലിംബിക് അസോസിയേഷൻ ഏരിയ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീല് ചെയ്യുന്ന ഒരു എന്താ പറയാ അസോസിയേഷൻ കോർട്ടക്സ് ആണ് എന്ത് ലിംബിക് അസോസിയേഷൻ കോർട്ടക്സ്. ഇത് നമ്മുടെ ഹെമിസ്ഫിയറിന്റെ മീഡിയൽ വാൾ ഉണ്ടല്ലോ, അവിടെയാണ് ഇതിന്റെ ഉള്ളിലാണ് ഈ ലിംബിക് അസോസിയേഷൻ കോർട്ടക്സ് കാണപ്പെടുന്നത്. നമ്മുടെ ഇമോഷനുമായിട്ടും മെമ്മറി ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ലിംബിക് അസോസിയേഷൻ കോർട്ടക്സ്.